ഡെഫിനിഷൻ പറയുന്നത് മെട്രിക് സ്പേസ് എക്സ് ഡി ഈസ് കംപ്ലീറ്റ് ഇഫ്, നിങ്ങളെ നോട്ടിലേക്ക് നോക്കുക, ഇഫ് എവരി കോഷി സീക്വൻസ് എക്സ് എൻ ഇൻ എക്സ് കൺവേർജസ് ടു എ പോയിന്റ് എക്സ് എലമെന്റ് ഓഫ് എക്സ്. ഒരു മെട്രിക് സ്പേസ് കംപ്ലീറ്റ് മെട്രിക് സ്പേസ് ആകണമെങ്കിൽ ആ മെട്രിക് സ്പേസിലെ ഏതൊരു കോഷി സീക്വൻസ് എടുത്താലും ആ സീക്വൻസ് ആ മെട്രിക് സ്പേസിൽ തന്നെ കൺവേർജന്റ് ആകണം. അല്ലെങ്കിൽ ആ സീക്വൻസ് കൺവേർജ് ചെയ്യേണ്ട ലിമിറ്റ് എന്ന് പറയുന്ന പോയിന്റ് എക്സ്, ഇത് ഈ സ്പേസിലെ എലമെന്റ് ആയിരിക്കണം. അങ്ങനെയുള്ള മെട്രിക് സ്പേസിനെയാണ് കംപ്ലീറ്റ് മെട്രിക് സ്പേസ് എന്ന് പറയുന്നത്. A metric space Xd is complete if every Cauchy sequence Xn in X converges to a point X element of X. ആ മെട്രിക് സ്പേസിലെ ഏതൊരു കോഷി സീക്വൻസ് എടുത്താലും ആ സീക്വൻസ് ഒക്കെ ആ സ്പേസിൽ തന്നെയുള്ള ഒരു പോയിന്റിലേക്ക് അത് കൺവേർജ് ചെയ്യണം. അല്ലെങ്കിൽ അത് കൺവേർജ് ചെയ്യേണ്ട പോയിന്റ് ആ സ്പേസിൽ ഇല്ലാതെ വരില്ല. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടതാണ്, ഇത് ഒരു കോഷി സീക്വൻസ് ആണ്. Xn ഈസ് ഈക്വൽ ടു 1/n എന്ന് പറയുന്നത്. 1, 1/2, 1/3, 1/4 എക്സെട്ര. ഇതൊരു കോഷി സീക്വൻസ് ആണ്. കോഷി സീക്വൻസിന്റെ പ്രോപ്പർട്ടി ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. 1/n എന്ന് പറയുന്നത് കോഷി സീക്വൻസ് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ പ്രത്യേകത? അത് n ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിന്റെ എലമെന്റ്സ് തമ്മിലുള്ള ഗ്യാപ്പ് കുറഞ്ഞു വരും. സീക്വൻസിലെ ഇവിടെയാണ് ഏറ്റവും വലിയ ഗ്യാപ്പ്. പിന്നെ ഇത് കുറഞ്ഞ് അങ്ങോട്ട് പോകും തോറും ഇത് ഇങ്ങനെ തിക്കിലി പായ്ക്കഡായിരിക്കും. അത് മാത്തമാറ്റിക്കലി അതിന്റെ ഡെഫിനേഷൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്, corresponding to given epsilon greater than 0 there exists a delta greater there exists a corresponding to there is a natural number n naught such that n greater than or equal to n naught implies d xn x less than epsilon. ഇതാണ് കോഷി സീക്വൻസിന്റെ പ്രത്യേകത. അത് ഈ കാര്യമാണ് n ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിലെ എലമെന്റ്സ് തമ്മിലുള്ള ഗ്യാപ്പ് കുറഞ്ഞു വരും. അപ്പം ഈ സീക്വൻസ് ഇത് ഒരു കോഷി സീക്വൻസ് ആണ് 1/n എന്ന് പറയുന്നത്. അത് നമ്മൾ ഇങ്ങനെ ഒരു സ്പേസ് എടുത്താൽ x ഈസ് ഈക്വൽ ടു ഓപ്പൺ ക്ലോസ്ഡ് ഇന്റർവൽ 0, 1 എടുത്താൽ ഈ സീക്വൻസ് ഈ സ്പേസിൽ കൺവേർജന്റ് അല്ല. ഇത് കൺവേർജ് ചെയ്യുന്ന ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. ഈ സ്പേസിൽ ഇല്ല, 0 ഇതിനകത്തില്ല. അപ്പൊ ഇതൊരു കംപ്ലീറ്റ് മെട്രിക് സ്പേസ് അല്ല. കംപ്ലീറ്റ് മെട്രിക് സ്പേസിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ റിയൽ ലൈൻ ആണ്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ആൾ റിയൽ നമ്പേഴ്സ് ആണ്. ഇതാണ് കംപ്ലീറ്റ് മെട്രിക് സ്പേസിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ ഏതൊരു കോഷി സീക്വൻസ് എടുത്താലും, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ 1/n എന്ന് പറയുന്ന സീക്വൻസ് എടുത്താൽ അത് ഇവിടെ തന്നെയുള്ള 0യിലേക്ക് അങ്ങ് കൺവേർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 1/2, 1/3, 1/4. അതേപോലെ തന്നെ ഏതൊരു കോഷി സീക്വൻസ് നമ്മൾ ഈ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ എടുത്താൽ അത് ഇവിടെ തന്നെയുള്ള ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യും. അപ്പം R എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ഈസ് എ കംപ്ലീറ്റ് മെട്രിക് സ്പേസ്. ഇപ്പൊ ഇതിന്റെയൊക്കെ ഡെഫിനേഷൻ ചോദിക്കുന്നതാണ്. ഡിഫൈൻ എ കംപ്ലീറ്റ് മെട്രിക് സ്പേസ്. എ മെട്രിക് സ്പേസ് Xd is said to be complete if every Cauchy sequence Xn in X converges to a point X element of X. ഇനി ഒരു ക്വസ്റ്റ്യൻ ഉള്ള പ്രോബ്ലം ആണ്. പ്രൂവ് ദാറ്റ് കോംപ്ലക്സ് പ്ലെയിൻ C is complete. ഇത് ഞാൻ സാധാരണ പറയാത്തൊരു പ്രോബ്ലം ആണ്. ഇപ്രാവശ്യം ഒരു ബുക്കിനകത്ത് കണ്ടുകൊണ്ട് അങ്ങ് പറഞ്ഞാണ്, ചിലപ്പോൾ ചോദിച്ചു കൂടെ കഴിയില്ല. അപ്പോ ലെറ്റ് Zn where Zn is equal to an plus ibn be a Cauchy sequence of complex numbers. അങ്ങനെ വരുമ്പോൾ Zn is equal to an plus ibn be a Cauchy sequence of complex numbers ആകുമ്പോൾ ഇതിന്റെ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് an bn അത് Cauchy sequence of റിയൽ നമ്പേഴ്സ് ആയിരിക്കും. Zn is equal to an plus ibn Cauchy sequence of complex numbers. അതിന്റെ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് സെപ്പറേറ്റ് എടുത്താലും അത് Cauchy sequence of റിയൽ നമ്പേഴ്സ് ആണ്. അത് നിൽക്കുന്ന സെറ്റ് ഓഫ് ഓൾ
റിയൽ ലൈനിലാണ് ഈ സീക്വൻസ് നിൽക്കുന്നത്. സിൻസ് am മൈനസ് an ലെസ് ദാൻ ഓർ ഈക്വൽ ടു Zm മൈനസ് Zn, അതായത് ഈ കോഷി സീക്വൻസ് ഓഫ് കോംപ്ലക്സ് നമ്പർ Zn അത് റിയൽ പാർട്ടാണ് an. അതിലെ രണ്ട് എലമെന്റ്സ് am മൈനസ് an ലെസ് ദാൻ ഓർ ഈക്വൽ ടു Zm മൈനസ് Zn, അതേപോലെ ആൻഡ് bm മൈനസ് bn ലെസ് ദാൻ Zm മൈനസ് Zn. ഇനി സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് കംപ്ലീറ്റ് ആണ്, കംപ്ലീറ്റ് മെട്രിക് സ്പേസ് ആണ്. ബൈ ദ കംപ്ലീറ്റ്നെസ് ഓഫ് ദി റിയൽ ലൈൻ ദ കോഷി സീക്വൻസ്, ആ റിയൽ ലൈനിലെ കോഷി സീക്വൻസ് ആയ an ഉം bn ഉം അവിടെ തന്നെയുള്ള രണ്ട് പോയിന്റിലേക്ക് അത് കൺവേർജ് ചെയ്യും. ബൈ ദി കംപ്ലീറ്റ്നെസ് ഓഫ് ദി റിയൽ ലൈൻ ദ കോഷി സീക്വൻസ് an ആൻഡ് bn ഓഫ് റിയൽ നമ്പേഴ്സ് ആർ convergent and converged to the real numbers a and b respectively. That is, an converges to a, bn converges to a. അതായത് an ഉം bn ഉം കോഷി സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. അത് വരുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിലാണ്. അത് കംപ്ലീറ്റ് മെട്രിക് സ്പേസ് ആണ്. അപ്പോൾ അത് കൺവേർജ് ചെയ്യുന്ന ലിമിറ്റ് അവിടെ ഉണ്ട്. അതാണ് എയും ബിയും. ഇനി നമ്മൾ z is equal to a plus ib എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പർ എടുക്കുക. Then Zn minus Zn is equal to, by definition, an plus ibn minus modulus a minus ib, which is equal to an minus a plus ibn minus b, which is equal to an minus a plus bn minus b. ഇനി an converges to a ആണെങ്കിൽ ഇതിന്റെ വാല്യൂ 0 ആയിരിക്കും. bn converges to b ആണെങ്കിൽ ഇതിന്റെ വാല്യൂ 0 ആയിരിക്കും. ആ സെന്റൻസ് ടു ഇൻഫിനിറ്റി ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ Zn mod Zn മൈനസ് Z is equal to 0 എന്ന് വരും, അല്ലെങ്കിൽ ടെൻസ് ടു 0. അതിന്റെ മീനിങ് Zn converges to Z എന്നാണ്. വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്തൊരു പ്രൂഫാണ്, നോക്കി വെച്ചേക്ക്, ചിലപ്പോൾ ചോദിക്കാം. അതുപോലെ അടുത്ത let X be a complete metric space and let Y be a subspace of X. X be a complete metric space, Y be a subspace of X, then Y is complete if and only if it is closed. അപ്പോൾ ഇപ്പൊ നമുക്കുള്ളത് X be a complete metric space. X കംപ്ലീറ്റ് മെട്രിക് സ്പേസ് ആണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത, ഇവിടെ ഏതൊരു കോഷി സീക്വൻസ് എടുത്താലും അത് അവിടെ തന്നെ കൺവേർജന്റ് ആണ്. കംപ്ലീറ്റ് മെട്രിക് സ്പേസിൽ ഏത് കോഷി സീക്വൻസ് എടുത്താലും അത് അവിടെ കൺവേർജന്റ് ആണ്. ഇനി പറഞ്ഞിരിക്കുന്നത് y be a subspace of x. y be a subspace of x. ഇനി പ്രൂവ് ചെയ്യേണ്ടത് if and only if ആണ്. ചിലപ്പോൾ ചോദിക്കുക, ചില വർഷങ്ങളിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുക ഇതിന്റെ ഏതെങ്കിലും ഒരു പാർട്ടേ ചോദിക്കുകയുള്ളൂ, ചിലപ്പോൾ അത് രണ്ടും കൂടെ ചോദിക്കാം. അപ്പൊ ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഇഫ് y is complete, then y is closed. രണ്ട് പ്രൂഫ് ഉണ്ട്, if and only if. പിന്നെ തിരിച്ച് if y is closed, then y is complete. ഇപ്പൊ ഉള്ളത് എക്സ് കംപ്ലീറ്റ്, y be a subspace of x. ഇനി ഇതിന്റെ പ്രൂഫിന് വേണ്ടി y is complete then y is closed എന്ന് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഒരു കാര്യം കൂടെ yക്ക് അസ്യൂം ചെയ്യാം. y subspace of x and y is complete എന്ന് വിചാരിക്കുക. Complete. Then we have to prove that y is closed. അപ്പോൾ x is a complete metric space, y be a subspace of x and ഇപ്പോൾ y is complete 1. ഇനി പ്രൂവ് ചെയ്യേണ്ടത് y is closed. ക്ലോസ്ഡ് ആകണമെങ്കിൽ y അതിന്റെ എല്ലാ ലിമിറ്റ് പോയിന്റ്സിനെയും കണ്ടെയ്ൻ ചെയ്യണം. ഒരു സെറ്റ് ക്ലോസ്ഡ് ആവണമെങ്കിൽ ഒന്നുകിൽ അത് അതിന്റെ എല്ലാ ലിമിറ്റ് പോയിന്റ്സിനെയും കണ്ടെയ്ൻ ചെയ്യാന്ന് കാണിക്കുക, അല്ലെങ്കിൽ അതിന്റെ കോംപ്ലിമെന്റ് ഓപ്പൺ ആണെന്ന് കാണിക്കുക. ഇവിടെ നമ്മൾ ചെയ്യുന്നത് we assume first that y is complete as a subspace of x and we show that it is closed. That is to show that every limit point of y is in y. y യുടെ എല്ലാ ലിമിറ്റ് പോയിന്റ്സും y യിൽ തന്നെ ഉണ്ടെന്ന് കാണിക്കുക. To prove this, let y be a limit point of y. y യുടെ ഒരു ലിമിറ്റ് പോയിന്റ് എടുക്കുക, അത് സ്മോൾ y എന്ന് വിചാരിക്കുക.
let small y be a limit point of the set y. ഇനി ലിമിറ്റ് പോയിന്റ്സിന്റെ ഡെഫിനേഷൻ വെച്ചിട്ട് എന്താണ് പറയുന്നത്? y ലിമിറ്റ് പോയിന്റ് ആണെങ്കിൽ y സെന്റർ ആക്കി ഏത് ഓപ്പൺ സ്ഫിയർ എടുത്താലും, ഇപ്പൊ SRY ഓപ്പൺ സ്ഫിയർ വിത്ത് സെന്റർ അറ്റ് y, അതിനകത്തൊക്കെ ഈ y എന്ന് പറയുന്ന സെറ്റിലെ അറ്റ്ലീസ്റ്റ് 1 എലമെന്റ് എങ്കിലും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. സബ്സെറ്റ് y അതിന്റെ ഒരു ലിമിറ്റ് പോയിന്റ് ആണ് y എങ്കിൽ ഈ y സെന്റർ ആക്കി നമ്മൾ ഏത് സ്ഫിയർ എടുത്താലും അതിനകത്തൊക്കെ ഈ y അല്ല, സ്മോൾ y എന്ന് പറയുന്ന സ്ഫിയറിന്റെ സെന്റർ അല്ലാതെ ഈ സെറ്റിലെ ഒരു എലമെന്റ് എങ്കിലും ഉണ്ടാകും. അതാണ് ലിമിറ്റ് പോയിന്റിന്റെ ഡെഫിനിഷൻ. Then by the definition of limit point, each open sphere centered on y contains at least one point of y different from y. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് y is closed എന്നാണ്. അപ്പൊ ഇവിടെ നമ്മള് ഇങ്ങനെ ഒരു കുറെ സ്ഫിയർ ഫോം ചെയ്യുന്നു. ഇൻ പർട്ടിക്കുലർ ഫോർ ഈച്ച് പോസിറ്റീവ് ഇൻറ്റിജർ y be a limit point of y, അത് നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്ത് വെച്ചതാണ്. y be a limit point of y. ഇനി അത് y-യിൽ ഉണ്ടെന്ന് കാണിക്കാൻ നമ്മൾ ഇവിടെ ഇങ്ങനെ കുറെ ഓപ്പൺ സ്ഫിയർ ഫോം ചെയ്യുന്നു. ഫോർ ഈച്ച് പോസിറ്റീവ് ഇൻറ്റിജർ S1/n y, അതായത് n is equal to 1, 2, 3, 4, 5 എക്സെട്ര. അപ്പോൾ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് S1y, S1/2y, S1/3y, S1/4y, S1/5y, ഇങ്ങനെ ഡിഫറെന്റ് സ്ഫിയേഴ്സ് ആണ്. സ്ഫിയറിന്റെ റേഡിയസ് കുറഞ്ഞു വരും. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ ഓരോ y ഇങ്ങോട്ട് എടുക്കുക. y1, y2 ഇതെല്ലാം ഈ y-യിലെ എലമെന്റ് ആണെന്ന് വിചാരിക്കുക. y3, y4, y5 എക്സെട്ര. അപ്പൊ ഇതിനൊരു സീക്വൻസിന്റെ സ്വഭാവമുണ്ട് ഇങ്ങനെ വരുമ്പോൾ. അതായത് ഡൊമൈൻ എന്ന് പറയുന്ന സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഈ y1 കിട്ടിയത് n is equal to 1 കറസ്പോണ്ടിങ് ആയിട്ടാണ്. y2 ഈ സ്ഫിയറിലെ എലമെന്റ് ആണ്, അത് 2 കറസ്പോണ്ടിങ് ആയിട്ടാണ്. y3 ഈ സ്ഫിയറിലെ എലമെന്റ് ആണ്, ഇതുമായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ളത് 3 കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പൊ ഇതിനൊരു സീക്വൻസിന്റെ സ്വഭാവമുണ്ട്. അതാണ് ഇനി പറഞ്ഞു വരുന്നത്. ഇൻ പർട്ടിക്കുലർ ഫോർ ഈച്ച് പോസിറ്റീവ് ഇന്റിജർ n, ദി ഓപ്പൺ സ്ഫിയർ S1/n y contains 1/n y contains a point yn in y. ഈ സെറ്റിലെ yn in y. അപ്പോൾ ഇത് yn ഒരു സീക്വൻസ് ആണ്, അതവിടെ പറഞ്ഞിട്ടില്ല. yn കൺവേർജസ് ടു y in x. ഇതൊരു സീക്വൻസ് ആണെങ്കിൽ y എന്ന് പറയുന്നത് എക്സിന്റെ സബ്സ്പേസ് ആണ്, y സബ്സ്പേസ് ഓഫ് എക്സ് ആണ്. അപ്പൊ ഈ yn ബിലോങ്സ് ടു y ആണ്, y സബ്സ്പേസ് ഓഫ് എക്സ് ആണ്, എക്സ് കംപ്ലീറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ yn എക്സിലെ സീക്വൻസും ആണ്. yn കൺവേർജസ് ടു എന്താ പറഞ്ഞ y ആൻസേഴ്സ് yn converges to y in x, yn converges to y element of x and is a Cauchy sequence in y. ഇങ്ങനെ എടുക്കുമ്പോൾ അതൊരു Cauchy sequence ആയിട്ട് വരും. Cauchy sequence in y. Every convergent sequence is a Cauchy sequence. അതാണ് അതിന്റെ റീസൺ. Every convergent sequence is a Cauchy sequence. കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് Cauchy sequence ആണ്, അത് y-യിലെ Cauchy sequence ആണ്. ഇനി നമ്മുടെ അസംഷൻ ഇവിടെ y കംപ്ലീറ്റ് എന്നാണ്. കംപ്ലീറ്റ് ആണെങ്കിൽ ഇവിടെ എടുത്തിരിക്കുന്ന Cauchy സീക്വൻസ് ഈ സ്പേസിൽ തന്നെ കൺവേർജ് ചെയ്യും. ഈ സ്പേസിൽ തന്നെ കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ സീക്വൻസ് കൺവേർജ് ചെയ്യുന്ന y എന്ന് പറയുന്ന എലമെന്റ് ഈ സെറ്റിൽ തന്നെ വരും. അതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ക്യാപിറ്റൽ വൈയുടെ ഒരു ലിമിറ്റ് പോയിന്റ് ആയിട്ട് y എടുത്തു, ആ y ഈ സെറ്റിൽ ഉണ്ടെന്ന് കാണിക്കാനാണ് നമ്മൾ ശ്രമിച്ചത്. അതിനുവേണ്ടി ഇങ്ങനെ കുറെ സീക്വൻസ് ഓഫ് സ്പിയേഴ്സ് ഫോം ചെയ്തു. S1/n by S1/2y, 1/3y, 1/4y, 1/5y എക്സെട്ര. അതിനാണ് ഇവിടെ പറഞ്ഞ S1/n y. അതിൽ നിന്ന് എടുക്കുന്ന എലമെന്റ്സ് y1, y2 എക്സെട്ര yn. ഇതിനൊരു സീക്വൻസിന്റെ സ്വഭാവമുണ്ട്. അത് y-യിലേക്ക് കൺവേർജ് ചെയ്യുന്നു. y എന്ന് പറയുന്ന എക്സിലെ എലമെന്റ് ആണ്. എല്ലാ കൺവേർജന്റ് സീക്വൻസും Cauchy സീക്വൻസ് ആണ്. y ഒരു കംപ്ലീറ്റ് മെട്രിക് സ്പേസ് ആണ്.
ഈ സീക്വൻസ് വൈയിലേതാണ്. കംപ്ലീറ്റ് മെട്രിക് സ്പേസ് ആണെങ്കിൽ എടുക്കുന്ന കൺവേർജൻ കോഷി സീക്വൻസ് ഒക്കെ അവിടെ തന്നെ കൺവേർജന്റ് ആകും. നിങ്ങളും കൂടെ ഒന്ന് ചിന്തിക്കാതെ ഈ സംഭവം മനസ്സിലാവത്തില്ല. ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാല് എന്തേലും മനസ്സിലായോ? എന്നാലും ഒരു പ്രശ്നമുണ്ട് അല്ലെ, അത് ആ വരികൾക്കിടയിൽ വായിക്കണം, എന്നാലേ അത് പിടികിട്ടത്തുള്ളൂ. ഇനി അടുത്ത പാർട്ട്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ ഈഫ് പാർട്ട് അല്ലെങ്കിൽ അടുത്ത പാർട്ട് ചോദിക്കുന്നതാണ്. അപ്പൊ വൈ കംപ്ലീറ്റ് എന്ന് അസ്യൂം ചെയ്യുന്നു. ഇനി അത് ക്ലോസ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വൈ അതിന്റെ എല്ലാ ലിമിറ്റ് പോയിന്റ്സിനെയും കണ്ടെയ്ൻ ചെയ്യുന്നു പറയുക. ആർബിട്രറി ആയിട്ട് ഒരു ലിമിറ്റ് പോയിന്റ് എടുക്കുക. ഈ ലിമിറ്റ് പോയിന്റ് ഈ സെറ്റിൽ ഉണ്ടെന്ന് കാണിക്കാൻ ഇവിടെ ഇങ്ങനെ സീക്വൻസ് ഓഫ് ഓപ്പൺ സ്പിയേഴ്സ് ഫോം ചെയ്യുക. ഇതൊക്കെ ഈ സ്റ്റെപ്പൊക്കെ ഓർത്ത് വെക്കുക. അപ്പൊ ഇതൊരു കോഷി സീക്വൻസ് ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ അത് ഒരു കൺവേർജൻ സീക്വൻസ് ആണ്. വൈയിലേക്ക് കൺവേർജ് ചെയ്യുമെന്ന് പറയുക. കൺവേർജൻ സീക്വൻസ് കോഷി സീക്വൻസ് ആണെന്ന് പറയുക. വൈ ഒരു കംപ്ലീറ്റ് മെട്രിക് സ്പേസ് ആണ് ആയതുകൊണ്ട് അവിടെ എടുക്കുന്ന കോഷി സീക്വൻസ് അവിടെ തന്നെ കൺവേർജ് ചെയ്യുമെന്ന് പറയുക. അതുകൊണ്ട് വൈ ആ സെറ്റിലുണ്ട് എന്ന് പറയുക. ഇത്രയും പോയിന്റ്സ് ഓർത്ത് വെക്കുക. അതാണ് അതിനകത്തെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയണോ? അത് മതിയെങ്കിൽ ഇനി അടുത്ത പാർട്ടിലേക്ക് പോകുമ്പോൾ ഇനിയുള്ളത് വൈ ക്ലോസ്ഡ് ആണെന്ന് അസ്യൂം ചെയ്യുക, വൈ കംപ്ലീറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുക. Now assume that y is closed and we show that it is complete. ഇവിടെ നമ്മൾ അതിനെ കംപ്ലീറ്റ് ആണെന്ന് കാണിക്കാൻ സീക്വൻസ് വെച്ചിട്ട് പറ്റുള്ളൂ. കംപ്ലീറ്റ് ആകണമെങ്കിൽ അവിടെ എടുക്കുന്ന കോഷി സീക്വൻസ് അവിടെ കൺവേർജന്റ് ആയിരിക്കണം. എന്നിട്ട് വൈ ആൻഡ് ബി എ കോഷി സീക്വൻസ് ഇൻ വൈ. വൈ എന്ന് പറയുന്നത് എക്സിന്റെ സബ്സ്പേസ് ആയതുകൊണ്ട് നമ്മളിപ്പോ എടുത്ത കോഷി സീക്വൻസ് വൈ ആൻഡ് ബി എ കോഷി സീക്വൻസ് ഇൻ വൈ എന്ന് പറഞ്ഞാൽ വൈ ആൻഡ് be a Cauchy sequence in X also. It is also a Cauchy sequence in X. പിന്നെ എക്സ് കംപ്ലീറ്റ് ആണെന്ന് ഓൾറെഡി അസ്യൂം ചെയ്ത് വെച്ചിരിക്കുകയാണ്. എക്സ് ഈസ് കംപ്ലീറ്റ്. അപ്പം ഈ സീക്വൻസ് വൈ എൻ കൺവേർജസ് ടു എ പോയിന്റ് എക്സ് ഇൻ എക്സ് എന്നേ ആദ്യം പറയാവുള്ളൂ. ഇനി ഈ എക്സിനെ നമുക്ക് വൈയിലെ എലമെന്റ് ആക്കണം. ഒന്നുകൂടെ പറയാം. വൈ ക്ലോസ്ഡ് ആണെന്ന് അസ്യൂം ചെയ്യാം. വി ഷോ ദാറ്റ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്. കംപ്ലീറ്റ് ആണെന്ന് കാണിക്കാൻ വൈയിൽ ഒരു കോഷി സീക്വൻസ് വൈ എൻ എടുക്കുക. വൈയിൽ എടുത്താൽ അത് എക്സിലെയും കോഷി സീക്വൻസ് ആയിരിക്കും. എന്തുകൊണ്ടെന്നാൽ വൈ സബ്സ്പേസ് ഓഫ് എക്സ്. ഇനി എക്സ് കംപ്ലീറ്റ് ആയതുകൊണ്ട് ഈ കോഷി സീക്വൻസ് വൈ എൻ എക്സിലെ ഒരു എലമെന്റിലേക്ക് കൺവേർജ് ചെയ്യും. അതാണ് സ്മോൾ എക്സ് എന്ന് പറഞ്ഞ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനിയുള്ള നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ ഈ എക്സ് വൈയിലുണ്ട് എന്ന് കാണിക്കുക. അപ്പോഴേ വൈ കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഇനിയുള്ളത് നമ്മളെ സീക്വൻസിലെ എലമെന്റ്സിന്റെ ഒരു പ്രത്യേകതയാണ്. if yn has only finitely many distinct points, നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ ഫൈനൈറ്റ്ലി മെനി ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സ് സീക്വൻസിൽ ഉള്ള എങ്കിൽ ഇത് x1 x2 x3 x4 എക്സെട്ര xn എക്സെട്ര ഇത് കൺവേർജ് ചെയ്യുന്ന പോയിന്റും ഇത് തന്നെ ആയിരിക്കും. ഇനി ഇൻഫിനിറ്റ്ലി മെനി ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സ് ആണെങ്കിൽ ഇതുപോലെ എക്സെട്ര. ഇൻഫിനിറ്റ്ലി മെനി ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സ് ആണെങ്കിൽ അതിന് വേറെ ഡെഫിനിഷൻ ഉണ്ട്. ഇഫ് yn ഹാസ് ഓൺലി ഫൈനൈറ്റ്ലി മെനി ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സ്, അപ്പൊ ഇത് കൺവേർജ് ചെയ്യുന്ന എക്സ് എന്ന് പറയുന്നതും ഈ xn തന്നെയാണ്. ഇഫ് yn ഹാസ് ഓൺലി ഫൈനൈറ്റ്ലി മെനി ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സ് ദെൻ x ഈസ് ദാറ്റ് പോയിന്റ്. ഇവിടെ നോക്കണം, കൺവേർജ് ചെയ്യുന്ന എക്സ് എന്ന് പറയുന്നത് ഈ സീക്വൻസിനകത്തെ എലമെന്റ് തന്നെയാണ്. എക്സ് ഈസ് ദാറ്റ് പോയിന്റ് ഇൻഫിനിറ്റ്ലി റിപ്പീറ്റഡ് ആൻഡ് ഈസ് ദസ് ഇൻ വൈ. ഇതൊക്കെ എടുത്തിരിക്കുന്നത് വൈയിൽ നിന്നാണ്. ഈ എലമെന്റ് ഒക്കെ വന്നിരിക്കുന്നത് വൈയിൽ നിന്നാണ്. മനസ്സിലായോ പറഞ്ഞേ? മനസ്സിലായോ? മനസ്സിലായി സർ. അപ്പൊ ഫൈനൈറ്റ്ലി മെനി ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സ് ആണെങ്കിൽ ഈ സീക്വൻസ് കൺവേർജ് ചെയ്യുന്ന എലമെന്റ് എക്സ് എന്ന് പറയുന്നത് ഈ സീക്വൻസിലെ എലമെന്റ് തന്നെയാണ്. ഈ സീക്വൻസ് എടുത്തിരിക്കുന്നത് വൈയിൽ നിന്നാണ്. അതുകൊണ്ട് ആ ലിമിറ്റ് അവിടെ ഉണ്ട്. ആൻഡ് ഈസ് ദസ് ഇൻ വൈ. On the other hand, if yn has infinitely many distinct points, ഇതുപോലെ y1 y2 y3 y4 സീക്വൻസിലെ എലമെന്റ് ഒക്കെ ഡിസ്റ്റിങ്ക്ട് ആണെങ്കിൽ
സീക്വൻസിന്റെ ലിമിറ്റും ഈ സീക്വൻസിലെ എലമെന്റ്സ് വെച്ചിട്ടുള്ള സെറ്റിന്റെ ലിമിറ്റ് പോയിന്റും ഒന്ന് തന്നെയാണെന്നാണ് ഒരു തിയറം പറയുന്നത്. ഇൻഫിനിറ്റ്ലി മെനി ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സ്, then by theorem A, x is a limit set of points of the sequence. അപ്പോൾ ഇത് ഈ സീക്വൻസ് കൺവേർട്ട് ചെയ്യുന്ന ലിമിറ്റ് എന്ന് പറയുന്ന സീക്വൻസിലെ എലമെന്റ്സ് വെച്ചിട്ടുള്ള സെറ്റിന്റെ ലിമിറ്റ് പോയിന്റ് ആണ്. ഈ സെറ്റിലെ എലമെന്റ്സ് എവിടെ നിന്ന് എടുത്തതാണ്? ഇതെല്ലാം ക്യാപിറ്റൽ വൈയിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ വൈയുടെ ലിമിറ്റ് പോയിന്റ് ആണ് 0 എന്ന് പറയുന്നത്. വൈയുടെയും ലിമിറ്റ് പോയിന്റ് ആണ്. ഇനി വൈ ക്ലോസ്ഡ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലോസ്ഡ് ആണെങ്കിൽ ഈ ലിമിറ്റ് പോയിന്റും ഈ സെറ്റിലേക്ക് വരണം. മനസ്സിലായോ? മനസ്സിലായി സാർ. മനസ്സിലായവര്, ഇനി മനസ്സിലാകാത്തവർക്കുണ്ടെങ്കിൽ ഇപ്പൊ മനസ്സിലായി, പക്ഷെ നിങ്ങൾ ഇതിന് വായിക്കുമ്പോൾ ചിലപ്പോൾ അത് കിട്ടിയെന്ന് വരത്തില്ല. അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാം. ഒരാളെങ്കിലും മനസ്സിലായെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇനി അടുത്തത്, a sequence an of subsets of a metric space is called a decreasing sequence. A sequence an of subsets of a, അതായത് a1 contains, a2 contains, a3 contains, etc. ഇതിനെയാണ് ഡിക്രീസിങ് സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി കാൻഡേഴ്സ് ഇന്റർസെക്ഷൻ തിയറം. Let X be a complete metric space and let Fn be a decreasing sequence of non-empty closed subsets of X such that diameter of Fn tends to 0. Then F is equal to intersection n equal to 1 to infinity. Fn contains exactly 1 point. X be a complete metric space. The complete metric space നമ്മുടെ റിയൽ ലൈൻ തന്നെ എടുത്താൽ അതൊരു കംപ്ലീറ്റ് മെട്രിക് സ്പേസ് ആണ്. And Fn be a decreasing sequence of non-empty closed subsets of X. Decreasing sequence of non-empty closed subsets of X. ഇങ്ങനെ എടുത്താലോ Fn, ഇതിന്റെ ശരിയായിട്ടുള്ള എക്സാമ്പിൾ ആകത്തില്ല, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടി ഇത് ഉപകരിക്കും. അപ്പൊ ഇങ്ങനെ എടുത്താല് F1 എന്ന് പറഞ്ഞാല് -1 1, F2 is equal to -1/2 1/2, F3 is equal to -1/3 1/3, F4 is equal to -1/4 plus 1/4, etc. ഇതിന്റെ പ്രത്യേകത ഇതാണ് ഏറ്റവും വലുത്. രണ്ടാമത്തെ F2 എന്ന് പറയുന്നത് ഇതിനകത്തുണ്ട്. അതായത് F1 contains, F2 contains, F3 contains, etc. ഇതിന്റെ പ്രത്യേകത, ഇതിന്റെ ഡയമീറ്റർ, ഇത് ഡിക്രീസിങ് സീക്വൻസ് ഓഫ് ക്ലോസ്ഡ് സബ്സെറ്റ്സ് ആണ്. ഡയമീറ്റർ ഓഫ് F1 എന്ന് പറഞ്ഞാല് ഈ രണ്ട് എലമെന്റ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇത് -1 0 1. അപ്പൊ ഡയമീറ്റർ ഓഫ് F1 എന്ന് പറഞ്ഞാൽ ഇത് അങ്ങോട്ട് 1 ഇങ്ങോട്ട് 1, അപ്പൊ 2 ആണ്. ഡയമീറ്റർ ഓഫ് F2 എന്ന് പറയുന്നത് -1/2 മുതൽ +1/2 വരെയുള്ള ഡിസ്റ്റൻസ് ആണ്, 1. ഡയമീറ്റർ ഓഫ് F3 എന്ന് പറഞ്ഞാല് 2/3. ഡയമീറ്റർ ഓഫ് F4 എന്ന് പറഞ്ഞാല് എന്താ വരിക, 1/2. അപ്പൊ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, n ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഡയമീറ്റർ ഓഫ് Fn ഇത് ടെൻസ് ടു 0 ആണ്. ഡയമീറ്റർ ഓഫ് Fn ടെൻസ് ടു 0. അങ്ങനെയുള്ള സെറ്റാണ്, സീക്വൻസ് ആണ് എടുത്തിരിക്കുന്നത്. ലെറ്റ് X be a complete metric space. ഇപ്പൊ റിയൽ ലൈൻ ഓർത്താൽ മതി. ആൻഡ് ലെറ്റ് Fn be a decreasing sequence of non-empty closed subsets of X such that diameter of Fn tends to 0. ഇതുപോലെ വരും. അങ്ങനെയാണെങ്കിൽ F is equal to intersection n is equal to 1 to infinity Fn, ഇതിന്റെ എല്ലാം കൂടി ഇന്റർസെക്ഷൻ contains exactly 1 point. ഇതിന്റെ ഇന്റർസെക്ഷനകത്ത് ഒരേ ഒരു പോയിന്റ് ഉണ്ടാകത്തുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഏത് പോയിന്റാ ഉണ്ടായി? ഈ പർട്ടിക്കുലർ എക്സാമ്പിൾ ആണെങ്കിൽ അതിനകത്ത് ആ ഇന്റർസെക്ഷനകത്ത് ഏത് പോയിന്റ് വരും? F5 എന്ന് പറഞ്ഞാല് -1/5 plus 1/5, ഇതിന്റെ ഡയമീറ്റർ 2/5, 0.4.
ഇതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. ഡയമീറ്റർ ആദ്യം -1 + 1 എടുത്തു, പിന്നെ -1/2 + 1/2. അപ്പൊ ഇങ്ങനെയാണ് ക്ലോസ്ഡ് സെറ്റിന്റെ കുറഞ്ഞു കുറഞ്ഞു വരുവാണ്. ഇങ്ങനെ വരുമ്പോ ഇതിന്റെ ഇന്റർസെക്ഷനകത്ത് എന്താണ് ഉണ്ടാവുക? 0 എന്നുള്ളൊരു പോയിന്റ്. 0 എന്നുള്ള ഒരു പോയിന്റ് കാണത്തുള്ളൂ. F is equal to intersection n equal to 1 to infinity. Fn contains exactly 1 point. അപ്പൊ ഇതാണ് തിയറം പറയുന്നത്. The assumption diameter of Fn tends to 0. That is diameter of Fn tends to diameter എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. Diameter of Fn tends to 0 implies that അങ്ങനെ ഇതിന്റെ ഡയമീറ്റർ 0യിലേക്ക് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഈ ഇന്റർസെക്ഷനകത്ത് ഒന്നിൽ കൂടുതൽ പോയിന്റ് ഉണ്ടാവാൻ സാധ്യതയില്ല. ശരിയല്ലേ? സിൻസ് ഡയമീറ്റർ ഓഫ് Fn tends to 0, F cannot contain more than 1 point. ഇതിൽ ഒന്നിൽ കൂടുതൽ പോയിന്റ് ഉണ്ടാവത്തില്ല. ഇനി നമ്മുടെ ജോലി ആ ഒരു പോയിന്റ് എങ്കിലും ഉണ്ട് എന്ന് കാണിക്കുക. സോ ഇറ്റ് സഫിസസ് ടു ഷോ ദാറ്റ് F is non-empty. For each n element of n, അപ്പൊ ഇനി ഇതുപോലെ കോഷി സീക്വൻസ് ഫോം ചെയ്യാം. ഈച്ച് n element of n, let xn be a point in Fn. ഇവിടെ നിന്ന് x1 എടുക്കുക, ഇവിടെ നിന്ന് x2 എടുക്കുക, ഇവിടെ നിന്ന് x3 എടുക്കുക, x4 എടുക്കുക, x5 എടുക്കുക. ഇങ്ങനെ എടുക്കുമ്പോൾ ഇപ്പൊ വേണമെങ്കിൽ ഇത് ഇങ്ങനെ എഴുതാം: 1, 1/2, 1/3, 1/4, 1/5. നമ്മൾ എപ്പോഴും എടുക്കുന്ന ആ കോഷി സീക്വൻസ് കിട്ടും. For each n element of n, let xn be a point in Fn. Since diameter of Fn tends to 0, xn is a Cauchy sequence. നിങ്ങൾ ഈ ക്ലോസ്ഡ് ഇന്റർവെലിന്റെ റൈറ്റ് സൈഡ് നോക്കിയാൽ നമ്മുടെ ഫേമസ് Cauchy സീക്വൻസ് കാണാം. 1, 1/2, 1/3, 1/4, 1/5, എക്സെട്ര. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു എക്സാമ്പിൾ. ഇത് കറക്റ്റ് ശരിയല്ല. നിങ്ങൾക്ക് ഈ തിയറം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി xn is a Cauchy sequence. ഇനി ഈ F1, F2, F3 എല്ലാം എടുത്തിരിക്കുന്നത് നമ്മള് എക്സ് എന്ന് പറയുന്ന മെട്രിക് സ്പേസിനകത്ത് വന്ന കംപ്ലീറ്റ് മെട്രിക് സ്പേസ് വന്നു. സിൻസ് എക്സ് ഈസ് കംപ്ലീറ്റ്, xn is a Cauchy sequence. Since x is complete, xn has a limit x. xn-ന് ഈ Cauchy സീക്വൻസിന് x എന്ന് പറയുന്ന ഒരു ലിമിറ്റ് ഉണ്ടാവും എക്സിൽ, മെട്രിക് സ്പേസ് എക്സിൽ. ഇനി വി ഷോ ദാറ്റ് x is in F. ഈ പറയുന്ന സീക്വൻസ് കൺവേർജ് ചെയ്യുന്ന ലിമിറ്റ് എക്സ് ഈ ഇന്റർസെക്ഷനകത്ത് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. ഇപ്പൊ കറക്റ്റ് ആണ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന Cauchy സീക്വൻസിന്റെ ലിമിറ്റ് തന്നെയാണ് ഈ 0 എന്ന് പറയുന്നത്. 1, 1/2, 1/3, 1/4, 1/5 അത് കൺവേർജ് ചെയ്യുന്ന ലിമിറ്റ് ആണ് 0 എന്ന് പറയുന്നത്. വി ഷോ ദാറ്റ് x is in F. ആൻഡ് ഫോർ ദിസ് എഫിൽ ഉണ്ടെന്ന് കാണിക്കാൻ എഫ് കുറെ സെറ്റിന്റെ ഇന്റർസെക്ഷൻ ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ Fn-ൽ ഉണ്ടെന്ന് കാണിച്ചാൽ മതി. എഫ് ഈസ് ദ ഇന്റർസെക്ഷൻ n equal to 1 to infinity Fn. അതായത് എഫ് ഈസ് ഈക്വൽ ടു F1 ഇന്റർസെക്ഷൻ F2 ഇന്റർസെക്ഷൻ ഇങ്ങനെ കുറെ സെറ്റിന്റെ F3 ഇന്റർസെക്ഷൻ എക്സെട്ര. അപ്പൊ എഫില് എക്സ് ഉണ്ടെന്ന് കാണിക്കുന്നതിന് പകരം ഇതിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ Fn-ൽ ഉണ്ടെന്ന് കാണിച്ചാൽ മതി. വി ഷോ ദാറ്റ് x is in F. ആൻഡ് ഫോർ ദിസ് ഇറ്റ് സഫിസസ് ടു ഷോ ദാറ്റ് x is in Fn0. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫോർ എ ഫിക്സഡ് ബട്ട് ആർബിട്രറി n0 ഏതെങ്കിലും ആണ്. Then x belongs അതിന്റെ then x belongs to Fn for every n and hence x belongs to which ഇനി അങ്ങനെ x ഒരു പർട്ടിക്കുലർ Fn-ൽ ഉണ്ടെന്ന് കാണിക്കുമ്പോൾ രണ്ട് കേസ് ഉണ്ട്. സീക്വൻസിന്റെ പ്രത്യേകതയാണത്. സീക്വൻസിൽ ഇൻഫിനിറ്റിലി മെനി ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സ് വരാം, അല്ലെങ്കിൽ ഫൈനൈറ്റ്ലി മെനി ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സ് വരാം. ഇവിടെ ഈ സീക്വൻസിൽ നമുക്ക് ഫൈനൈറ്റ്ലി മെനി ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സ് ഇവിടെ സാധ്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ എക്സാമ്പിൾ ശരിയാവത്തില്ല. സീക്വൻസ് ഇവിടെ നമുക്ക് ഇൻഫിനിറ്റിലി മെനി ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സ് ഉള്ള ഒരു സീക്വൻസ് കിട്ടിയുള്ളൂ. ഇങ്ങനെ ഒരു കേസ് കൂടെ ഉണ്ട്. ഈ xn ഹാസ് ഓൺലി ഫൈനൈറ്റ്ലി മെനി ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സ്. സീക്വൻസിൽ ഫൈനൈറ്റ്ലി മെനി ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സ് ഉള്ളുവെങ്കിൽ, അതായത് നമ്മൾ ഇവിടെ നിന്ന് x1 എടുത്തു അതും 1, x2 എടുത്തു അതും 1, x3 എടുത്തു 1, x4 എടുത്തു 1, x5 എടുത്തു അതും 1, അവസാനം ഇത് കൺവേർജ് ചെയ്യുന്ന x എന്ന് പറയുന്നതും 1 ആണെന്ന് വെക്കുക. ഇത് കൺവേർജ് ചെയ്ത ലിമിറ്റ്
എക്സ് എന്ന് പറയുന്നത് 1 ആണെന്ന് വിചാരിക്കുക. ഇഫ് എക്സ് ഹാസ് only finitely many distinct points, then x is that point infinitely repeated. ലിമിറ്റ് എന്ന് പറയുന്ന പോയിന്റ് ഈ സീക്വൻസിനകത്ത് ഇൻഫിനിറ്റ് ടൈംസ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന പോയിന്റ് ആണ്. ആൻഡ് ദെയർഫോർ ഇൻ എഫ് എൻ നോട്ട്, ഇതെല്ലാം തന്നെ എല്ലാ എഫ് എന്നിലും ഉള്ളതാണ്. x3 ഇതിനകത്തുണ്ട്, x4 ഇതിനകത്തുണ്ട്, എല്ലാ എഫ് എന്നിലുണ്ട്. അപ്പൊ അങ്ങനെ ആ കേസ് കഴിഞ്ഞു. ഇനി എക്സ് എൻ ഹാസ് ഇൻഫിനിറ്റ്ലി മെനി ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സ് നമ്മൾ ഇവിടെ എടുത്ത പോലെ 1, 1/2, 1/3, ഇത് x1, x2, x3, x4, x5 infinitely many distinct points ആണെങ്കിൽ then x is a limit point of the set of points of the sequence. Infinitely many different points ആണ്, distinct points ആണെങ്കിൽ സീക്വൻസിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ആ സീക്വൻസിലെ എലമെന്റ്സ് വെച്ചിട്ടുള്ള സെറ്റിന്റെ ലിമിറ്റ് പോയിന്റും കൂടെ. സെറ്റിന്റെ മാത്രമല്ല, ഇറ്റ് ഈസ് എ ലിമിറ്റ് പോയിന്റ് ഓഫ് ദി സബ്സെറ്റ് എക്സ് എൻ, ഒരു പർട്ടിക്കുലർ എൻ നോട്ടിന് ശേഷം വരുന്ന. ഇറ്റ് ഈസ് എ സബ്സെറ്റ് എക്സ് എൻ സച്ച് ദാറ്റ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ നോട്ട് ഓഫ് ദി സെറ്റ് ഓഫ് പോയിന്റ്സ് ഓഫ് ദി സീക്വൻസ്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ലിമിറ്റ് പോയിന്റ് ഓഫ് ദി സബ്സെറ്റ് എഫ് എൻ നോട്ട്. ഇതിലെ ഒരു പർട്ടിക്കുലർ എഫ് എൻ നോട്ടിന്റെ ലിമിറ്റ് പോയിന്റ് ആയിട്ടാണ് വരുന്നത്. ഇതിനകത്തെ ഓരോ എഫ് എന്നും ക്ലോസ്ഡ് ആണ്. അപ്പം ഈ പറയുന്ന എക്സ് എന്ന് പറയുന്നത് എഫ് എൻ നോട്ടിനകത്ത് വരും. ദിസ് കംപ്ലീറ്റ്സ് ദ പ്രൂഫ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ആ, ഇത് നല്ലപോലെ എഴുതി പലതവണ എഴുതി പഠിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക, എന്നാലേ അത് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഗ്രാഫ് തിയറി നിങ്ങൾ ഈ പറയുന്ന പോലെ ഗ്രാഫ് തിയറി ആദ്യം ഒന്നും കുഴപ്പമില്ല, പിന്നെ അങ്ങോട്ട് പോകും തോറും അതിലെ തിയറംസ് ഒക്കെ റീപ്രൊഡ്യൂസ് ചെയ്ത് എഴുതാൻ പാടാണ്. ഇത് കൂടുതൽ പഠിക്കുക. കുറച്ച് തിയറംസേ ഉള്ളൂ ഇതിനകത്ത്, ഒരുപാടൊന്നുമില്ല. സബ്സെറ്റ് അടുത്ത സബ്സെറ്റ് ഓഫ് എ മെട്രിക് സ്പേസ് ഈസ് സെഡ് ടു ബി നോവെയർ ഡെൻസ്. ഈ ഡെഫിനിഷൻ പഠിക്കുക. ഇഫ് ഇറ്റ്സ് ക്ലോഷർ ഹാസ് എംപ്റ്റി ഇന്റീരിയർ. നോവെയർ ഡെൻസ് സബ്സെറ്റ് പഠിച്ചു. ഡെൻസ് സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ബി എ മെട്രിക് സ്പേസ്, എ സബ്സെറ്റ് എ ഓഫ് എക്സ് ഈസ് സെഡ് ടു ബി ഡെൻസ്. ഇതിന്റെ ക്ലോഷർ എടുക്കുമ്പോൾ ആ ഫുൾ സ്പേസ് ആയിട്ട് വരണം. സെറ്റും അതിന്റെ ലിമിറ്റ് പോയിന്റ്സും കൂടെ എടുക്കുമ്പോൾ ഫുൾ സ്പേസ്, ഏത് സ്പേസിന്റെ സബ്സെറ്റ് ആണോ എ, ആ ഫുൾ സ്പേസ് വരണം. ഇനി നോവെയർ ഡെൻസ്, ഒരിടത്തും ഡെൻസ് അല്ലാത്ത സെറ്റ്. A subset A of a metric space is said to be nowhere dense if its closure has empty interior. അതിന്റെ ക്ലോഷർ എടുക്കുമ്പോൾ ക്ലോഷർ എടുത്തിട്ട് ആ സെറ്റിന്റെ ഇന്റീരിയർ എടുത്താൽ അത് എംറ്റി ആയിരിക്കണം. ഇന്റീരിയർ ഓഫ് എ ക്ലോഷർ ഈസ് ഈക്വൽ ടു 5. ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഈക്വലന്റ്. ഇതിനെ സംബന്ധിക്കുന്നതാണ്. എ ഈസ് നോവെയർ ഡെൻസ്. ഇതിന്റെ പ്രൂഫ് ഞാൻ എഴുതിയിട്ടുണ്ടോ? ഇല്ല. ഇതൊന്നും സാധാരണ അങ്ങനെ ചോദിക്കത്തില്ല. ഒരുപാട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ പഠിക്കാനും പാടായിരിക്കും. ഒരു മിനിമം ഇതിനകത്തുനിന്ന് പഠിക്കുക. ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഈക്വലന്റ്. ഇത് നമുക്ക് തിയറം പ്രൂവ് ചെയ്യാൻ ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. എ ഈസ് നോവെയർ ഡെൻസ് എന്ന് പറയുന്നതും എ ക്ലോഷർ ഡസ് നോട്ട് കണ്ടെയ്ൻ എനി നോൺ എംപ്റ്റി ഓപ്പൺ സെറ്റ് എന്ന് പറയുന്നതും ഈച്ച് നോൺ എംപ്റ്റി ഓപ്പൺ സെറ്റ് ഹാസ് എ നോൺ എംപ്റ്റി ഓപ്പൺ സബ്സെറ്റ് ഡിസ്ജോയിന്റ് ഫ്രം എ ക്ലോഷർ. ഇതെല്ലാം ഈക്വലന്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. എ ഈസ് നോവെയർ ഡെൻസ് ആണെങ്കിൽ എ ക്ലോഷർ ഡസ് നോട്ട് കണ്ടെയ്ൻ എനി നോൺ എംപ്റ്റി ഓപ്പൺ സെറ്റ്. ഇനി എന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അത് ശരിയാവുള്ളൂ. സെറ്റ് എ ഈസ് ഈക്വൽ ടു 1/2, 1/3, 1/4 ഈസ് നോവെയർ ഡെൻസ്. ഇതിന്റെ ക്ലോഷർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ ക്ലോഷർ ഈസ് ഈക്വൽ ടു എയും അതിന്റെ ലിമിറ്റ് പോയിന്റ്സും കൂടെ ചേരുന്നതാണ്. അതിന്റെ ഈ സെറ്റിന്റെ ലിമിറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇവിടെ വരയ്ക്കുമ്പോൾ 1, 1/2, പിന്നെ 0 ഇതിനകത്ത് ഇല്ല, അതുകൊണ്ട് മുകളിൽ എഴുതാം. ബാക്കി 1/3, 1/4, 1/5 ഇങ്ങനെ ഉള്ള എലമെന്റ്സ് ആണ്. ഇതിന്റെ ക്ലോഷർ എന്ന് പറഞ്ഞാൽ ഇത് 1, 1/2, 1/3 എക്സെട്ര, ഇതിന്റെ കൂടെ 0 കൂടെ ചേരുന്നത്, സിംഗിൾ ടൺ സെറ്റ് 0 കൂടെ ചേരുന്നതാണ് എ ക്ലോഷർ. പക്ഷെ ഈ സെറ്റിന് ഇന്റീരിയർ ഇല്ല. ഈ സെറ്റിന് ഇന്റീരിയർ പോയിന്റ് ഒന്നുമില്ല. ഇപ്പൊ 1/2 എന്ന് പറയുന്നത് ഒരു ഇന്റീരിയർ പോയിന്റ് ആകണമെങ്കിൽ ഇത് സെന്റർ ആക്കി ഏത് സ്പിയർ എടുത്താലും അത് ഈ സെറ്റിനകത്ത് വരണം. ഈ സെറ്റിനകത്ത് വരത്തില്ല. അതുകൊണ്ട് ഈ സെറ്റിന് ഇന്റീരിയർ പോയിന്റ് ഇല്ല.
ഇതിന്റെ ഇന്റീരിയർ എന്ന് പറയുന്നത് ഫൈ ആണ്. ഇതാണ് അതിന്റെ ഒരു എക്സാമ്പിൾ, നോവെയർ ഡെൻസ് സെറ്റിന് എക്സാമ്പിൾ. A is equal to 1, 1/2, 1/3, etc. is nowhere dense in R. Since A closure is equal to set A union the limit point 0, and therefore interior of A closure is equal to 5. ഇന്റീരിയർ പോയിന്റ് ഉണ്ടാകണമെങ്കിൽ ആ പോയിന്റ് ഇപ്പൊ 1/3 തന്നെ എടുത്താൽ അത് ഇന്റീരിയർ പോയിന്റ് ആകണമെങ്കിൽ ഇവിടെ നമ്മൾ ഏത് സ്ഫിയർ എടുത്താലും ഓപ്പൺ സ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇരിക്കും, ഇന്റർവെൽ ആണ്, ഓപ്പൺ ഇന്റർവെൽ. ആ സ്ഫിയറിനെ ഈ സെറ്റ് കണ്ടെയ്ൻ ചെയ്യണം. കണ്ടെയ്ൻ ചെയ്യത്തില്ല. ഈ സ്ഫിയറിനകത്ത് ഈ സെറ്റിൽ ഇല്ലാത്ത എലമെന്റ്സ് വരും. അതാണ് പ്രശ്നം. അപ്പൊ അതാണ് പറഞ്ഞത്, എ ഈസ് നോവെയർ ഡെൻസ് ആണെങ്കിൽ എ ക്ലോസർ ഡസ് നോട്ട് കണ്ടെയ്ൻ എനി നോൺ എംപ്റ്റി ഓപ്പൺ സെറ്റ്. ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ? എ ക്ലോസർ ഡസ് നോട്ട് കണ്ടെയ്ൻ എനി നോൺ എംപ്റ്റി ഓപ്പൺ സെറ്റ്. ഈച്ച് നോൺ എംപ്റ്റി ഓപ്പൺ സെറ്റ് ഹാസ് എ നോൺ എംപ്റ്റി ഓപ്പൺ സബ്സെറ്റ് ഡിസ്ജോയിന്റ് ഫ്രം എ ക്ലോസർ. ഇതിനകത്ത് നമുക്ക് ഇതിപ്പം ഈ സെറ്റിനകത്ത് ഇതുമായിട്ട് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ഓപ്പൺ സ്ഫിയർ കണ്ട് ഇതെന്ന് പറഞ്ഞ ഇപ്പൊ 3/4 ആണ് ഈ എലമെന്റ്. ഈ ഓപ്പൺ സ്ഫിയർ വിത്ത് സെന്റർ 3/4 ആൻഡ് ഇങ്ങനെ വരുന്ന ഈ ഓപ്പൺ സ്ഫിയർ ഈ പറയുന്ന എയുമായിട്ട് എ ക്ലോസറുമായിട്ട് ഡിസ്ജോയിന്റ് ആണ്. 3/4 സെന്റർ ആക്കി എടുത്തിരിക്കുന്ന ഈ ഓപ്പൺ സ്ഫിയർ നമ്മുടെ എയുമായിട്ടും അല്ലെങ്കിൽ എ ക്ലോസറുമായിട്ടും ഒക്കെ ഡിസ്ജോയിന്റ്. ഈച്ച് നോൺ എംപ്റ്റി ഓപ്പൺ സെറ്റ് ഹാസ് എ നോൺ എംപ്റ്റി ഓപ്പൺ സബ്സെറ്റ് ഡിസ്ജോയിന്റ് ഫ്രം എ ക്ലോസർ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഈച്ച് നോൺ എംപ്റ്റി ഓപ്പൺ സെറ്റ് ഹാസ് എ നോൺ എംപ്റ്റി ഓപ്പൺ സബ്സെറ്റ് ഡിസ്ജോയിന്റ് ഫ്രം എ. ഈച്ച് നോൺ എംപ്റ്റി ഓപ്പൺ സെറ്റ് കണ്ടെയ്ൻസ് ആൻ ഓപ്പൺ സ്ഫിയർ ഡിസ്ജോയിന്റ് ഫ്രം എ. ഞാൻ ഈ വരച്ച് കാണിച്ചതാണ്. എ എന്ന് പറയുന്നത് 1, 1/2, 1/3, 1/4 എക്സെട്ര ആയിരുന്നു. ഇതിന്റെ ക്ലോഷർ എന്ന് പറയുന്നത് 1, 1/2, 1/3, 1/4 എക്സെട്ര യൂണിയൻ 0. ഇത് നോവെയർ ഡെൻസ് ആണെങ്കിൽ നമുക്ക് ഇതുമായിട്ട് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ഒരു ഓപ്പൺ സ്ഫിയർ കണ്ടെത്താൻ കഴിയും. ഈച്ച് നോൺ എംപ്റ്റി ഓപ്പൺ സെറ്റ് കണ്ടെയ്ൻസ്, ആ മെട്രിക് സ്പേസിലെ ഓപ്പൺ സെറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഈച്ച് നോൺ എംപ്റ്റി ഓപ്പൺ സെറ്റ്, ഇപ്പൊ ഇത് ഓപ്പൺ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓപ്പൺ സ്ഫിയർ കണ്ടെയ്ൻസ് ആൻ ഓപ്പൺ സ്ഫിയർ ഡിസ്ജോയിന്റ് ഫ്രം. ഇത് നമ്മൾ അടുത്ത തിയറത്തിനകത്ത് ഉപയോഗിക്കുന്ന ഒരു കാര്യം. അതാണ് ഞാൻ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. ബയേഴ്സ് കാറ്റഗറി തിയറം ഇതുകൂടെ പറഞ്ഞിട്ട് നിർത്താമെന്ന് തോന്നുന്നു. നോക്കട്ടെ, 6:59. If AN is a sequence of nowhere dense sets in a complete metric space. AN is a sequence of nowhere dense sets in a complete metric space. അപ്പൊ നമ്മൾ ഇത് ഓർത്താൽ മതി. ഇപ്പം A1 എന്ന് പറയുന്നത് 1, 1/2, 1/3 എക്സെട്ര. A2 എന്ന് പറഞ്ഞാല് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് 1/4 എക്സെട്ര. ഇതെല്ലാം നോവെയർ ഡെൻസ് ആണ്. A3 is equal to 1/3, 1/4, 1/5 എക്സെട്ര. ഇങ്ങനെ കുറെ സീക്വൻസ് ഓഫ് നോവെയർ ഡെൻസ് സെറ്റ്സ് ഇൻ എ കംപ്ലീറ്റ് മെട്രിക് സ്പേസ്. ഇതെല്ലാം നിൽക്കുന്നത് x is equal to r എന്ന് പറയുന്ന റിയൽ ലൈനിലാണ്. Then there exists a point in x which is not in any of the ANs. അപ്പോ ഈ മെട്രിക് സ്പേസിൽ ഒരു പോയിന്റ് എക്സിസ്റ്റ് ചെയ്യും നമ്മുടെ റിയൽ ലൈനിൽ. ഈ സെറ്റിൽ ഒന്നും ഇല്ലാത്ത ഒരു പോയിന്റ്. Then there exists a point x in the metric space. ഇത് 1, ഇത് നമ്മുടെ 0, ഇതിനകത്തില്ലാത്തത് 1/2. Then there exists a point small x, element of the metric space x, such that which is not in any of the ANs. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് മനസ്സിലായി? മനസ്സിലായി സാർ. അപ്പം ഇതാണ് x is open. x is open എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ സ്പേസ് ഓപ്പണും ആണ് ക്ലോസ്ഡും ആണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. മെട്രിക് സ്പേസിലെ ഫുൾ സ്പേസ് ഓപ്പണും ആണ് ക്ലോസ്ഡും ആണ്. എനി മെട്രിക് സ്പേസ് x is open and empty set is open എന്ന് പറഞ്ഞത് അതാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. x is open, A1 is nowhere, x is open, A1 is nowhere dense. There exists an open sphere S1 of radius less than 1 disjoint from A1. അതിവിടെ പറഞ്ഞതാണ്.
there is an open sphere disjoint from A. Each non-empty contains an open sphere disjoint from ഈ അഞ്ചാമത്തെ പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കുന്നത്. Since X is open, full metric space open ആണ്, A1 is nowhere dense, there exists an open sphere S1 of radius less than 1 disjoint from A1. ഇപ്പൊ A1 എന്ന് പറഞ്ഞ ഇതങ്ങ് എടുത്തത് A1 1/2 1/3. അപ്പൊ ഞാൻ ആ ഓപ്പൺ സ്ഫിയർ ഇങ്ങനെ എടുക്കുക, S1 ഓഫ് റേഡിയസ്, ഇതാണ് S1 എന്ന് വിചാരിക്കുക. S1 ഈ S1 എന്ന് പറയുന്നത് A1 ഡിസ്ജോയിന്റ് ആണ്. ഓപ്പൺ സ്ഫിയർ S1 ഓഫ് റേഡിയസ് ലെസ് ദാൻ 1, ഇതിന്റെ റേഡിയസ് ലെസ് ദാൻ 1 ആണ്, വിച്ച് ഈസ് ഡിസ്ജോയിന്റ് ഫ്രം A1. അത് ക്ലിയർ ആയില്ലേ? There exists an open sphere S1 disjoint from A1. ഇനി let F1 be the constant, ഇതാണ് ഇതിന്റെ സെന്റർ എന്ന് പറയുന്നത്, ഈ ഓപ്പൺ സ്ഫിയറിന്റെ സെന്റർ ഇതാണ്. Let F1 be the concentric closed sphere whose radius is 1/2 that of S1. ഇത് സെയിം സെന്റർ ഉള്ള റേഡിയസ് ഇതിന്റെ നേരെ പകുതി വരുന്ന കോൺസെൻട്രിക് ക്ലോസ്ഡ് സ്ഫിയർ ആണ് F1 എന്ന് വിചാരിക്കുക. F1 S1 നമ്മള് ആദ്യം ഇങ്ങനെ എടുത്തു, അതിന്റെ ആ സെന്റർ തന്നെയുള്ള അതിന്റെ പകുതി റേഡിയസ് ഉള്ള കോൺസെൻട്രിക് ക്ലോസ്ഡ് സ്ഫിയർ ആണ് F1. ഇനി ഇതിന്റെ ഇന്റീരിയർ കൺസിഡർ ചെയ്യാം, ഈ F1ന്റെ ഇന്റീരിയർ, ആൻഡ് കൺസിഡർ ഇന്റീരിയർ ഓഫ് F1 be the concentric closed sphere whose radius is 1/2 that of S1. Consider the interior of F1 ആണ്. കൺസിഡർ ദി ഇന്റീരിയർ ഓഫ് F1 എന്നാണ് അത് എഴുതേണ്ടത്, എഴുതിയത് മാറിപ്പോയി. F1 be the consider that consider the interior of F1 ആണ്. അപ്പൊ നിങ്ങൾ ഇത് എങ്ങനെ തിരുത്തും? ഇവിടെ ഇന്റീരിയർ ഓഫ് F1 എന്നാക്കണേ, ഓർത്തോണം, ഇത് അതിനകത്ത് കാണത്തില്ല, ഇന്റീരിയർ ഓഫ് F1 എന്നാണ്. F1ന്റെ ഇന്റീരിയർ എടുത്താല് അതിങ്ങനെ ഇരിക്കും. F1 ക്ലോസ്ഡ് സ്ഫിയർ ആണ്, അതിന്റെ ഇന്റീരിയർ എന്ന് പറഞ്ഞാല് ഈ ഓപ്പൺ സ്ഫിയർ ആണ്. ഇതിനെ നമ്മള് S2 എന്ന് വിളിക്കുക. S2 since A2 is nowhere dense, interior of F1 contains an open sphere S2. ഇവിടെ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു, interior of F1 contains an open sphere S2 of radius less than 1/2 which is disjoint from A2. S2 ഇതുമായിട്ട് S1 disjoint ആണ്, ഇതുമായിട്ട് S2 disjoint ആണ്, radius less than 1/2 which is disjoint from A2. Let F2 be the concentric closed sphere. ഈ S2ന്റെ അതേ സെന്റർ ഉള്ള ഇതിന്റെ പകുതി റേഡിയസ് ഉള്ള ക്ലോസ്ഡ് സ്ഫിയർ ആണ് F2. എന്നിട്ട് അതിന്റെ ഇന്റീരിയർ കൺസിഡർ ചെയ്യുക, അതിനെ നമ്മള് S3 എന്ന് വിളിക്കുക. S3 ഇത് A3യുമായിട്ട് ഡിസ്ജോയിന്റ് ആണെന്ന് വിചാരിക്കുക. ഈ പ്രോസസ് ഇങ്ങനെ അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യാം. അതാണ് ഇവിടെ എല്ലാം പറഞ്ഞത്. കണ്ടിന്യൂയിങ് ദിസ് പ്രോസസ് വി ഗെറ്റ് എ ഡിക്രീസിങ് സീക്വൻസ്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്ന ക്ലോസ്ഡ് സെറ്റിന്റെ പ്രത്യേകത F1 കണ്ടെയ്ൻസ്, F2 കണ്ടെയ്ൻസ്, F3 കണ്ടെയ്ൻസ്. അത് F1 എന്ന് പറയുന്നത് ഈ വലിയ ക്ലോസ്ഡ് ഇന്റർവൽ ആയിരുന്നു, അതിന്റെ പകുതി വരുന്ന F2, ഇനി വരുന്നത് F3 എന്ന് പറയുന്നത് വീണ്ടും ഇതിന്റെ പകുതി, പിന്നെ F4 Fn, ഇങ്ങനെ കുറെ ക്ലോസ്ഡ് സെറ്റ് വരും. Fn continuing this process we get a decreasing sequence Fn of non-empty closed subsets of X such that diameter of Fn, നമ്മൾ നേരത്തെ പറഞ്ഞ തിയറം ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. Diameter of Fn tends to 0. Since X is complete, നമ്മൾ നേരത്തെ പറഞ്ഞ തിയറം വെച്ചിട്ട് intersection n is equal to 1 to infinity Fn contains exactly 1 point. ഇവിടെ നോക്കിയാൽ മനസ്സിലാകും, ആ ഇന്റർസെക്ഷൻ അകത്ത് വരുന്നത് ഈ സ്ഫിയറിന്റെ ഒക്കെ സെന്റർ ആണ്. ഈ ക്ലോസ്ഡ് സ്ഫിയറിന്റെയും ഓപ്പൺ സ്ഫിയറിന്റെയും ഒക്കെ സെന്റർ ആയിട്ടുള്ള ഇവിടെ പോയിന്റ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 3/4 എന്ന് പറയുന്ന ആ പോയിന്റ് ആണ്.
by theorem C there exists a point x in x which is in all the fn's. അത് എല്ലാ ക്ലോസ്ഡ് ഇന്റർവെൽ ആയ എഫ് എന്നിലും ഉണ്ട്, എല്ലാ എസ് എന്നിലും ഉണ്ട്. പക്ഷെ ഈ എസ് എൻ എല്ലാം ഈ പറയുന്ന നോവെയർ ഡെൻസ് സെറ്റുമായിട്ട് ഡിസ്റ്റോയിന്റ് ആയതുകൊണ്ട് അതൊന്നും ഈ സെറ്റിൽ നോവെയർ ഡെൻസ് സെറ്റിൽ വരികയില്ല. അതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. മനസ്സിലായോ? നിങ്ങൾ ഇതുപോലെ ഇത് വെച്ചിട്ട് വരച്ചു വെച്ച് ഇങ്ങനെ നോക്കിയാൽ മതി. ഇത് അത്ര ക്ലിയർ അല്ല, നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉള്ളൊരു സംഭവമാണ് ഞാൻ ഇത് വെച്ച സാധാരണ പറയുന്നത്. 3/4 എന്ന് പറയുന്ന സെന്റർ പോയിന്റ് ഇതിനകത്തൊന്നും ഇല്ലാത്തതാണ്, പക്ഷെ അത് ഈ മെട്രിക് സ്പേസിൽ ഉള്ളതാണ്. നോവെയർ ഡെൻസ് സെറ്റ് ഇങ്ങനെ എടുത്താൽ മതി. അപ്പൊ ഇത്രയും കൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്തിയ നോട്ട് തീർന്നു. അപ്പൊ ഇവിടെ ഒരു കറക്ഷൻ ഉള്ളതൊന്ന് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോണം. കൺസിഡർ ദി ഇന്റീരിയർ ഓഫ് F1. ഇവിടെ പറഞ്ഞ മനസ്സിലായി, നമ്മൾ നേരത്തെ പറഞ്ഞ തീരം എന്ന് പറയുന്നത് ഇതാണ്. ഇത് Cantor's intersection theorem. X be a complete metric space and let Fn be a decreasing sequence of non-empty closed subsets of X such that diameter of Fn tends to 0. Then F is equal to intersection n equal to 1 to infinity. Fn contains exactly one point. ഇങ്ങനെ ഡിക്രീസിങ് സീക്വൻസ് ഓഫ് നോൺ എംപ്റ്റി ക്ലോസ്ഡ് സബ്സെറ്റ്സ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്ന Fn എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത, ഇതിന്റെ ഡയമീറ്റർ ഓഫ് Fn ഇത് കുറഞ്ഞു കുറഞ്ഞു വന്ന് അത് 0യിലേക്ക് അപ്രോച്ച് ചെയ്യാം. അപ്പം ഇതിന്റെ ഇന്റർസെക്ഷൻ എടുത്താൽ അതിനകത്ത് എക്സാക്ട്ലി ഒരു പോയിന്റേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ ഫിഗറിൽ വരച്ച രീതിയിലാണെങ്കിൽ അതിനകത്ത് 3/4 ഉണ്ടാവുള്ളൂ. പിന്നെ ഈ പറയുന്ന S1, S2, S3, Xn ഇതെല്ലാം തന്നെ ഈ പറയുന്ന നോവെയർ ഡെൻസ് സെറ്റുമായിട്ട് ഡിസ്ജോയിന്റ് ആണ്. ഡിസ്ജോയിന്റ് ആയതുകൊണ്ട് ഈ 3/4 എന്ന് പറയുന്ന പോയിന്റ് ഇതിനകത്തൊന്നും വരികയില്ല. അതായിരുന്നു ഇതിന്റെ പ്രൂഫിൽ ചോദിച്ചിരിക്കുന്നത്, പ്രൂഫിൽ പറഞ്ഞത്. An is a sequence of nowhere dense sets in a complete metric space X. Then there exists a point in X which is not in any of the An's. അടുത്ത നോട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത ഇനിയിപ്പം അധികം ഇല്ല. ഇനിയിപ്പോ കണ്ടിന്യൂസ് മാപ്പിംഗ് ആണ്. കണ്ടിന്യൂസ് മാപ്പിങ്ങില് ഒരു ഡെഫിനിഷന് 1, 2, 3, 4, 5 തീരാൻ കൂടെ ഉള്ളൂ. മെട്രിക് സ്പേസ് തീരും. അപ്പൊ നമ്മുടെ 2 മോഡ്യൂൾ തീരുവാണ്. ബാക്കിയൊക്കെ ഒരുമാതിരി തീർന്നോ? കണ്ടിന്യൂസ് മാപ്പിംഗ് 5 തീരം ഒരു ഡെഫിനിഷൻ ഉണ്ടെങ്കിൽ മെട്രിക് സ്പേസ് തീരും. അതാ പറഞ്ഞ കുറച്ച് തീറംസ് അതിനകത്ത് പഠിക്കാനുള്ളൂ. അതെല്ലാം തന്നെ അങ്ങ് ബൈഹാർട്ട് ആക്കി വെച്ചിരുന്നാല് ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടും. ശരി എന്നാ. Thank you, sir. Okay, thanks, sir.